5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു പിന്നാലെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ അതിന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തിരിക്കുന്നു. പാചകവാതകത്തിന്റെ വാണിജ്യ സിലിണ്ടറുകൾക്ക് വലിയ തോതിൽ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 993 രൂപയുടെ അതിഭീമമായ വർധനയാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഇതോടെ 19 കിലോഗ്രാമിന്റെ ഒരു സിലിണ്ടറിന്റെ വില 3000 രൂപയ്ക്ക് മുകളിലായി. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ധനവില വർധനമുണ്ടാകുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതിന്റെ ആദ്യഘട്ടം ഇപ്പോൾ നടപ്പാക്കി. ബാക്കി പിന്നാലെ വരുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഈ വിലവർധന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തെ തുടർന്ന് പാചകവാതകത്തിനുണ്ടായ ക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ തന്നെ കേരളത്തിലെ ഹോട്ടലുകളിൽ ഭക്ഷണത്തിന് വില വർദ്ധിപ്പിച്ച സാഹചര്യമാണുള്ളത്. പാചകവാതക വിലവർധനവ് വീണ്ടും വിലക്കയറ്റത്തിന് കാരണമാകും. ഇത് കേരളത്തിലെ ഹോട്ടൽ വ്യവസായത്തെ വലിയ പ്രതിസന്ധിയിലാക്കും. ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കും. പാചകവാതക വില വർധനവിന് പുറമെ പെട്രോൾ ഡീസൽ വില വർധന കൂടി ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം ജനത്തിന് താങ്ങാനാകില്ല. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലാത്ത കോർപ്പറേറ്റുകളോട് മാത്രം വിധേയരായിരിക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് ഇതിനപ്പുറം എന്തു പ്രതീക്ഷിക്കാനാണ്?